Hi guys, welcome back. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഫുൾ ഡേ വ്ളോഗാണ്. നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തതിലും വെച്ച് ഏറ്റവും ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പരിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാനുള്ള സിമ്പിളായിട്ടുള്ള ടിപ്സും ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ ബീഫില്ലാതെ നമുക്ക് എങ്ങനെ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മോർണിംഗത്തെ വീട് ക്ലീനിങ്ങും പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു ഇഡ്ഡലിയും അതേപോലെ തന്നെ സാമ്പാറും ചട്നിയും എല്ലാം കൂടെ ഇട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കൂടാതെ ഒരു കോഫിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കോഫി ഇവിടെ ആർക്കും നിർബന്ധമല്ല. അപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ ആ ദിവസം മാത്രമേ കോഫി ടീ ഒക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഫരിയയ്ക്ക് മാത്രമേ ബൂസ്റ്റായിട്ടോ പാലായിട്ടോ എന്തെങ്കിലും കൊടുക്കാറുള്ളൂ. അതും നിർബന്ധമായിട്ട് കൊടുക്കാറില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ ഫരിയ ഉറങ്ങി എണീറ്റ് ഫ്രഷപ്പ് ആയിട്ട് പെയിൻറ്റിങ്ങിന് ഇരിക്കുകയാണ്. ലീവുള്ള ദിവസം ഇതുപോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു സൺഡേ ആയതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത് ഫരിയയുടെ, മാങ്ങയും മുളകും. പിന്നെ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാൻ ഒരു വീക്ക്ലി വൺസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, ഓണിയൻ പീൽ ചെയ്യുക, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ്സിനെ ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് കുറച്ച് വെള്ളമൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതിന് ഫെർട്ടിലൈസറൊക്കെ മന്ത്ലി വൺസാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ നാശമായി പോകുന്ന പ്ലാന്റ്സൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഏകദേശം ഇൻഡോറിൽ കുറച്ച് മണി പ്ലാന്റ്സും പിന്നെ അത് പൈനാപ്പിളിൻ്റെ ഒരു ഇതാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഫരിയ പ്ലാന്റ്സിനുള്ള മെഡിസിനാണെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് റെഡിയാക്കാണ്. അപ്പോൾ സൺഡേ ആയിക്കഴിഞ്ഞാൽ കളിയാണ് ഏറ്റവും കൂടുതലും. അതുപോലെ ഹെയർ കെയർ റുട്ടീന് ഇതെല്ലാം നമ്മൾ സൺഡേ ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫരിയൻ്റെ ഹെയർ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫരിയക്ക് കുഞ്ഞു ദോശ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തത്. അപ്പം മുടിയിൽ എണ്ണ തേച്ചിട്ടാണ് ഇരുത്തിയത്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമല്ലോ. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഡിഷസ് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ബീഫാണ്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചുകൊണ്ട് അതൊന്ന് എടുത്ത് ഇങ്ങനെ കവറോടെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു പീസ് കോക്കനട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടുതലോ കുറവായിട്ട് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് പാല്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ മാവിൻ്റെ ആണ് പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മളിതിലോട്ട് മാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഞാൻ 1/2 കിലോ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1/2 കിലോ മാവിനുള്ള പൊറോട്ട ഉണ്ടാക്കാനുള്ള മെഷർമെൻറ്റ്സാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ, എന്തായാലും നന്നായിരിക്കും. ഇപ്പോൾ 1 കിലോ ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾ മുട്ട ഒരെണ്ണം തന്നെ മതിയാവും, 2 ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ കുഴച്ചിട്ടില്ല, ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ നീഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പേ അതിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫരിയ എനിക്ക് സാലഡാണെന്ന് പറഞ്ഞു കൊണ്ട് തന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്തതല്ലോ. അപ്പോൾ നമുക്ക് ഇനി ബിരിയാണിക്കുള്ളതും അതുപോലെ തന്നെ ബീഫ് ഫ്രൈക്കുള്ളതുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം.
നമ്മളെപ്പോഴും കുക്ക് ചെയ്യണതിന് മുന്നേ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കുക്കിംഗ് വളരെ ഈസി ആയിരിക്കും. കുക്കിംഗ് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും കുക്കിംഗ് വളരെ എളുപ്പമായിട്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഓണിയൻ കട്ട് ചെയ്തിട്ടാണ് വാഷ് ചെയ്യാനിട്ടത്. നമ്മൾ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യാനിടുമ്പോൾ അത് നമ്മൾ പിന്നീട് അത് സ്ലൈസ് ചെയ്യുമ്പോൾ അധികം ഈ കണ്ണിന് നീര് വരുന്നത് ഒന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനുള്ളതും ബിരിയാണി ഉണ്ടാക്കാനുള്ളതും അതുപോലെ പൊറോട്ടയ്ക്കുള്ള മാവ് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. 2 ഒണിയൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ടൊമാറ്റോസ്, പിന്നെ പച്ചമുളക്, അതുപോലെ മല്ലി, പുതിന, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ലെമൺ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഫ്രൈസിന് വേണ്ടത്. ബീഫ് ഫ്രൈക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ചെറിയുള്ളി, ഇത്രയും മാത്രം മതിയാവും. ബീഫ് ഫ്രൈക്കുള്ള ബീഫ് വേകാനായിട്ടിടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ബീഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 വിസിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിച്ചെടുത്ത ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് ആ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ സ്റ്റോക്ക് വാട്ടർ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം 2 വിസിൽ വന്നു, എയറൊക്കെ പോയി. അപ്പോൾ അതിന് കുറച്ച് നമുക്ക് സ്റ്റോക്ക് വാട്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് വാട്ടർ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഫുള്ളായിട്ട് മാറ്റണ്ട, ഇനി ആ ബീഫ് വേകാനായിട്ട് വെക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റിയിട്ടുള്ളൂ. നെക്സ്റ്റ് ആ ബീഫിലോട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചെറിയുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, അതിനുശേഷം ഒരു 3-4 സ്ലൈസ് ടൊമാറ്റോ, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ബീഫിൽ പിടിക്കാനായിട്ടാണ് ഉപ്പ്. നമ്മുടെ ഫരിയൊക്കെ ഉണ്ടാക്കണതുകൊണ്ടാണ് ഇങ്ങനെ. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി. എല്ലാം വളരെ കുറച്ചാണ്, പിന്നെ സ്പൈസി കുറവായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അധികം സ്പൈസിനെസ് കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബീഫ് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ബീഫ് അവിടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പോൾ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ടു. നെക്സ്റ്റ് കട്ട് ചെയ്ത് വെച്ച ഓണിയൻ, 2 ഓണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ്. 2 പച്ചമുളക്, സ്പൈസ് കുറവായതുകൊണ്ടാണ് 3-4 പച്ചമുളക് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പോലെ സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഓണിയൻ വാടി വരാനായിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഓണിയൻ സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓണിയൻ നല്ലപോലെ സോട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് മല്ലിപ്പുതിന ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോസാണ്. 2 മീഡിയം സൈസ് ടൊമാറ്റോസ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കാവുന്നവരെ സോട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലപോലെ സോട്ട് ചെയ്ത് എടുക്കണം. അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ പോകുന്നത് വരെ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. ഓയിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ സ്മെല്ലൊക്കെ പോയി നല്ലപോലെ സോട്ട് ചെയ്യുന്നുണ്ട്. ഓയിലൊക്കെ സെപ്പറേറ്റായി വന്നു. അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ സ്പൈസും ബാലൻസ് ആവും, അതുപോലെ തന്നെ കളറും നല്ലോണം ഉണ്ടാവും. നെക്സ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, ഹോം മെയ്ഡ് ഗരം മസാല പൗഡറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഹോം മെയ്ഡ് ഗരം മസാല പൗഡറിൻ്റെ വീഡിയോ മുമ്പ് നമ്മുടെ ചാനലിലിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. തൈരും അതുപോലെ തന്നെ അധികം വെള്ളമില്ലാത്ത തൈരായിരിക്കണം. നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ബീഫ് സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ശരിക്കും ബിരിയാണീൻ്റെ അതേ ഒരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലിടുന്ന എല്ലാ റെസിപ്പീസും ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയത് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ബീഫ് ഇല്ലാതെ ഇങ്ങനെ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതിന് ഒരു നല്ലൊരു ഓപ്ഷനാണിത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ 1 കിലോ ബീഫൊക്കെ വാങ്ങിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് സോൾട്ടൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റൈസ് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 hour സോക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ റൈസ് ആഡ് ചെയ്തിട്ട് ഒരു 3 minutes നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് സിമ്മാക്കിയിട്ട് ദം ചെയ്യാൻ വെച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ബീഫ് റെഡിയാക്കാനായിട്ടാണ്. ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോൾ സ്പൈസസ് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, പ്രോബ്ലം ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്തു. നെക്സ്റ്റ് സ്മോൾ ഓണിയൻസും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറി ലീവ്സ്, തേങ്ങാക്കൊത്ത്. നമ്മൾ ഏകദേശം ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മളതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. പച്ചമുളകും സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 lemon സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റൈസും വാട്ടറും ലെവലായി വന്നു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ദം ചെയ്യാനായിട്ട് വയ്ക്കാം. 3 minutes ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ മതിയാവും. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി സെറ്റ് ആയതിന് ശേഷം നമ്മൾ ദമ്മിലോട്ട് വയ്ക്കാം. അപ്പോഴേക്കും ഇവിടെ നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നെക്സ്റ്റ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സോട്ട് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്പൈസസ് പൗഡർ ആണെങ്കിലും അതുപോലെ തന്നെ അതിന് ഗ്രേവി തിക്നെസ് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഡബിൾ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ദമ്മിൽ വെച്ച് ഒരു 10 minutes കഴിഞ്ഞപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് റൈസ്. അപ്പോൾ ഒരു 2 minutes കൂടെ അതങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ബീഫ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു. അതിന് ശേഷം അതിലേക്ക് ഒരു കുഞ്ഞു പീസ് ലെമൺ അതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കറിയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ സ്പൈസസ് എല്ലാം വളരെ കുറച്ചിട്ടിടുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്പൈസസ് കൂട്ടിയിടേണ്ടി വരും. ഇപ്പോൾ പെപ്പർ പൗഡറൊക്കെ 1/2 kg എന്ന് പറയുമ്പോൾ ഒരു 1.5 ടീസ്പൂണൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബീഫ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫും റൈസും രണ്ടും റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് ബിരിയാണി അല്ലാന്ന് ആരും പറയുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആട്ട നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്ര എണ്ണം വേണമെന്നുള്ളതിന് ഒരു ഈക്വലായിട്ട് നമ്മൾ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണിത്. അപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് വലിയ വലിയ പൊറോട്ട ആയിട്ട് തന്നെ ഞാനിതിലെടുക്കുന്നുണ്ട്. ഒരു 7 ബോൾസ് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. 1/2 കിലോ മാവുന്നു.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും പൊറോട്ടയ്ക്ക് എത്ര വലിപ്പം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്നും ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ പരത്തിയെടുക്കുകയാണ്. എപ്പോഴും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പരത്തി ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് വെക്കണം. എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി മാവെടുത്തിട്ട് ഇങ്ങനെയാണ് ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ ഓരോന്നും പരത്തിയെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയമെടുക്കും, ഗ്യാസും അതേപോലെ വേസ്റ്റാകും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ റോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീശിയടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ സിക്സാഗായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കും. അപ്പോൾ ഈസി ആയിട്ടുള്ള പൊറോട്ടയാണിത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലെയേഴ്സിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും നമ്മൾ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്ര വലിയ കല്ലുണ്ടോ ആ കല്ലിൻ്റെ അത്രയും വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. മാവ് നല്ലപോലെ ഇരുന്ന് സെറ്റായെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താ പറയുക പരത്തുമ്പോൾ അത് ഇങ്ങനെ പരന്ന് വരുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതിങ്ങനെ ഫുള്ളായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം പരത്തിയെടുത്തു. ഇനി നമ്മൾ പൊറോട്ട ചുട്ടെടുക്കാൻ പോവാണ്. ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ എടുക്കുകയാണ്. ആദ്യം കല്ലിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് അതേപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡും കൂടെ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്നു എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ കല്ലിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിന് ശേഷം കുക്കായതിന് ശേഷം അത് മറ്റേ സൈഡും അതേപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ പൊറോട്ട അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കല്ലിൽ നിന്ന് എടുത്തതിന് ശേഷം അടുത്ത പൊറോട്ട വെച്ചതിന് ശേഷം മാത്രമേ ഇത് അടിക്കാവൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ കല്ലിൽ നിന്ന് എടുത്ത ഉടനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ക്രിസ്പി ആയിരിക്കും. അപ്പോൾ അതങ്ങനെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ ഡിഷസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണി ഒരു മസ്റ്റ് ട്രൈ ഡിഷാണ്. അതിൽ ബീഫിൻ്റെ പീസസിൻ്റെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.